ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൗലോസും അലീനയും തമ്മിൽ വഴക്ക് നടന്നത് നേരെ പോയിട്ട് വല്യപ്പച്ചൻ്റെ അടുത്ത് ആദ്യം പറയൂട്ടോ അലീന. അന്നേരം വല്യപ്പച്ചൻ ഒന്നും ചെയ്യാനില്ലല്ലോ. വല്യപ്പച്ചൻ പറയും, വഴിയെ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയല്ലോന്ന്. നേരം നമ്മുടെ അലീന ചോദിക്കും, വഴിയിലിരുന്ന പാമ്പ് ഞാനാണോ വല്യപ്പച്ചാന്ന്? അയ്യോ, ഞാൻ കുഞ്ഞിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും പറഞ്ഞ് വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയല്ലോന്ന്. അന്നേരം ലാലിച്ചൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇക്കാര്യം സംസാരിക്കാമെന്ന് പറയുമ്പോൾ, ലാലിച്ചനായിട്ട് ഞാനൊരു കണക്ഷനും ഇല്ല, ഞാൻ ഉദ്ദേശിച്ച ആളൊന്നുമല്ല ലാലിച്ചൻ എന്ന് പറയട്ടോ നമ്മുടെ അലീന. പകരം പൗലോസാണ് കേട്ടോ പോകുന്നത് നമ്മുടെ സ്റ്റാൻലിയോട് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് പറയും, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് പണി ചെയ്താലും അതിനൊക്കെ കുറ്റം കാണുന്നു ആ കൊച്ച്. അങ്ങനെ സ്റ്റാൻലിയെ എരികേറ്റി വിടാണ് പൗലോസ്. അപ്പോൾ അതൊന്ന് ചോദിക്കണമല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റാൻലി നേരെ അലീനയുടെ അടുത്ത് വന്ന് ചോദിക്കും. അന്നേരം പറയും, അയാൾ ചെയ്തൊന്നും ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയും, ഇത്രയും വർഷം അവർ തന്നെയാണ് ഈ ജോലിയൊക്കെ ചെയ്തത്, നീയായിട്ട് മാറ്റം വരുത്തണ്ടെന്ന് പറയുമ്പോൾ, ഞാനും അയാളും തുടർന്ന് ഇവിടെ പോയാലേ എന്തായിട്ടും അടി നടക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയും, ഇങ്ങനെയാണ് നിന്റെ സ്വഭാവമെങ്കിൽ നീ എങ്ങനെ ഇവിടെ താമസിക്കുമെന്ന്. അത് കേട്ടാകെ ഷോക്കായി നിൽക്കട്ടോ നമ്മുടെ അലീന. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൗലോസ് ആണെങ്കിൽ അവിടെ വരുന്ന ആ ഒരു വേലക്കാരിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അലീനയ്ക്ക് പറ്റണില്ല. പൗലോസേട്ടൻ ഈ സഞ്ചിയിലെടുത്ത് വെച്ചിരിക്കുന്ന സാധനമൊക്കെ തിരിച്ചെടുക്കുക എന്നങ്ങ് പറയുമ്പോൾ, എനിക്ക് സൗകര്യപ്പെടില്ല കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോ എന്ന് പറയും. അന്നേരം ഈ സാധനങ്ങൾ തിരിച്ചു വെച്ചിട്ട് പൗലോസേട്ടൻ ഇവിടുത്തെ പണി ചെയ്താൽ മതി എന്ന് പറയാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ പ്രൊമോ കഴിഞ്ഞത്.